ദൈവവചനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ഈ പ്രകാരമാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ ഉള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇവിടെ റോമാലേഖനം എന്ന ഈ അധ്യായത്തെക്കുറിച്ച് നമുക്ക് ഗഹനമായി പഠിക്കുമ്പോൾ ഒത്തിരി നമുക്കറിയേണ്ടതായ കാര്യങ്ങൾ ഈ റോമാലേഖനത്തിൽ കിടപ്പുണ്ട്. റോമാലേഖനത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ഓവർ കോൺഫിഡൻ്റായി നമ്മളൊക്കെ ആത്മാവിൽ ആരാധിച്ച് ഞാൻ ഏതാണ്ടൊക്കെ ആയി, എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളതായ നിലവാരത്തിൽ ഓവർ കോൺഫിഡൻ്റായിട്ടിരിക്കുന്ന ആളുകളോട് റോമാലേഖനം വളരെ വ്യക്തമായി പറയുന്ന ഭാഗമുണ്ട്. നീ ഒന്നും ആയില്ല, ഇനി ഉച്ചൂടത്തൊക്കെ ആകാനുണ്ട്, ആകേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് റോമാലേഖനം. 2, റോമാലേഖനത്തിൻ്റെ പ്രത്യേകത ഒത്തിരി പേരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച ഒരു പുസ്തകമാണ് റോമാലേഖനം. 1, ജോൺ വെസ്ലി, മാർട്ടിൻ ലൂതർ, അതുപോലെ തന്നെ സെൻറ്റ് അഗസ്റ്റിൻ തുടങ്ങിയതായ ആളുകളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച ഒരു പുസ്തകമാണ് റോമാലേഖനം. ജോൺ വെസ്ലി, മാർട്ടിൻ ലൂതർ തുടങ്ങിയവർ ഈ ലേഖനം വായിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവം അടുപ്പിച്ച, ഈ ലേഖനം വായിച്ചതിലൂടെ അടുപ്പിച്ച ഒരു വ്യക്തിയാണ് സെൻറ്റ് അഗസ്റ്റിൻ. സെൻറ്റ് അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാതാവായിരിക്കുന്ന മോണിക്ക തൻ്റെ ജനന സമയത്ത് മടിയിലെടുത്തു വച്ച് എപ്പോഴും കരയുമായിരുന്നു. തൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് മോണിക്ക എപ്പോഴും എടുത്തു വച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, ഇവൻ്റെ പിതാവിനെ പോലെ ഇവൻ ഒരു മദ്യപാനിയായി തീരാതിരിക്കാൻ ദൈവമേ, നീ ഇവനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വന്നപ്പോൾ താൻ ഒരു വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന, പരസംഗ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി താൻ മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ഇറ്റലിയിലെ മൂളിലുള്ള ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് മോണിക്ക എപ്പോഴും പറയും, അവനൊരു ദൈവ പൈതലായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു മോണിക്ക. ഒരു ദിവസം ആ പ്രാർത്ഥനയുടെ ഫലം, ഒരു ദിവസം താൻ പാർക്കിൽ തൻ്റെ കാമുകിയും ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംഭവമുണ്ടായി. തൻ്റെ അടുത്ത് കിടക്കുന്ന, തന്നോടൊരുമിച്ച് നടന്നു പോയ കുഞ്ഞുങ്ങൾ കഴിച്ചേച്ച് പോയ നീലക്കടല കഴിച്ചിട്ട് പോയതായ ആ പേപ്പർ അവിടെ കിടക്കുന്നു. ആ പേപ്പർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ തന്നെ തനിക്കൊരു തോന്നൽ, ആ പേപ്പർ ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ഒരു വാക്യം അതിനകത്ത് കിടക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം: പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെളുക്കൂത്തിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ഉടനെ ഈ വാക്യം തൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതായിട്ട് തനിക്ക് തോന്നി. താൻ ആ പാർക്കിലിരിക്കുമ്പോൾ, മിലാനിലെ ആ പാർക്കിലിരിക്കുമ്പോൾ, ആ അടുത്ത
വൃക്ഷത്തിൽ ഇരിക്കുന്ന ഒരു കിളി ഈ വാക്യം പറയുന്നത് പോലെ, ചിലയ്ക്കുന്നത് തന്നോട് സംസാരിക്കുന്നത് പോലെ തനിക്ക് തോന്നി. താൻ ഓടി അങ്ങോട്ട് പോകുന്ന സമയത്ത് തൻ്റെ കാമുകി തിരിച്ചു നിന്നുകൊണ്ട് വിളിക്കുക, അഗസ്റ്റിൻ, അഗസ്റ്റിൻ. ആ വിളി കേൾക്കാതെ താൻ ഓടിപ്പോകുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ മനസാന്തരത്തിലേക്ക് നയിച്ച ഒരു പുസ്തകമാണ് റോമാലേഖനം. സ്തോത്രം. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളിപ്പോൾ ഭാഗത്തിലേക്ക് കയറുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? സ്തോത്രം. എന്താണ് ആരാധന? എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് പാട്ടാണോ? ആരാധന എന്ന് പറയുന്നത് പ്രസംഗമാണോ? ആരാധന എന്ന് പറയുന്നത് പ്രാർത്ഥനയാണോ? ഇതൊക്കെ ആരാധന ഒരു ഘടകം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആരാധനയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആരാധന അതല്ല. വാട്ട് ഈസ് വർഷിപ്പ്? വർഷിപ്പ് ഈസ് എ സാക്രിഫൈസ്. ഒരു യാഗമാണ് ആരാധന. എന്തിനെ യാഗം? നമ്മളെ തന്നെ ദൈവസേനയിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. സ്തോത്രം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. അപ്പോൾ ആരാധനയ്ക്ക് പ്രത്യേകതകളുണ്ട്. എന്താണ്? ഒന്ന്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ആ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. നാം എന്തിന് സഭായോഗത്തിന് കടന്നു വരുന്നു? ഇവിടെയുള്ള പാസ്റ്ററെ ആരാധിക്കാനോ? ഇവിടെയുള്ള വിശ്വാസികളെ കാണിക്കാനോ? ഇവിടെയുള്ള മറ്റ് നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ചു വരുന്ന ആളുകളുണ്ട്, അവരുടെ ആ ഡ്രസ്സിൻ്റെ ഭംഗി കാണാനോ? അല്ല. നാം ഇവിടെ എന്തിനാരാധനയ്ക്ക് വന്നിരിക്കുന്നു? സർവശക്തനായ ദൈവത്തെ നാം ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഹൃദയം കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആ ആ ആ ആ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. അപ്പം സത്യമുള്ളവന് മാത്രമേ യഥാർത്ഥമായി ആരാധന പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അതിനൊരു കാരണമുണ്ട്. ആരാധിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകത, നമുക്ക് സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹൃദയംഗമായി ദൈവവുമായി ഒരു അടുപ്പം ഉള്ളവന് മാത്രമേ ദൈവസേനയിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ആരാധിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവസേനയിൽ അല്ലേ? സ്തോത്രം. തെറ്റുകൾ മറച്ചു വെക്കാതെ ദൈവസേനയിൽ ആരാധനയ്ക്ക് വന്ന കായീൻ്റെ ആരാധന പോലെ ആയിപ്പോകും. എന്നാൽ ദൈവസേനയിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞിട്ട് ദൈവസേനയിൽ ആരാധനയ്ക്ക് കടന്നു വന്നാൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു വിടുതൽ കാണാനിടയാകും. സ്തോത്രം. ഇസ്രായേലിനോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, ഈ ജനം എന്നെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ അധരം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. സ്തോത്രം.
യഥാർത്ഥമായി ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇനി 2, പാസ്റ്ററെ, ഭവനത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? ദൈവം കേൾക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരാധന അതല്ല. ആരാധന ഒത്തൊരുമിച്ചുള്ളതായി ആയിരിക്കണം. സ്തോത്രം. വർഷിപ്പ് ഈസ് കമ്മ്യൂണിറ്റി. എന്താ? സഭായോഗത്തിൽ ദൈവത്തെ ആരാധിക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ആ ആ ആ ആ ആ അപ്പം വീട്ടിൽ ഇരുന്നാൽ പറ്റില്ലേ പാസ്റ്ററെ? അല്ല. സഭായോഗത്തിന് കടന്നു വന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. അത് ദൈവവചനം പറയുന്ന, ഞാൻ പറഞ്ഞതല്ല. സ്തോത്രം. അപ്പം വീട്ടിൽ ഇരിക്കാനല്ല പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 16-ാമത്തെ വാക്യത്തിലും ഇതേ ഭാഗം തന്നെ ദൈവം തമ്പുരാൻ എടുത്തുകൊണ്ട് പറയുക. സങ്കീർത്തനമുണ്ട്, സാക്ഷ്യമുണ്ട്, ദൈവിക പ്രബോധനമുണ്ട്. ഇതെല്ലാം ഉചിതമായ വിധത്തിൽ സഭായോഗത്തിൽ എന്തു ചെയ്യും? കടന്നു വരും. ഇതെല്ലാം ആരാധനയുടെ ഘടകങ്ങളാണ്. സ്തോത്രം. ആരാധനയുടെ ഘടകങ്ങളാണ്. സ്തോത്രം. വരുവീൻ, സങ്കീർത്തനം 95-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ, വരുവീൻ നാം മണങ്ങി നമസ്കരിച്ച നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും വേണം ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. അപ്പം ചോദിക്കും, പാസ്റ്ററെ, ആരാധനയിൽ പാട്ടിന് പ്രാധാന്യമുണ്ടോ? സ്തോത്രം. ദ റോൾ ഓഫ് മ്യൂസിക് ഇൻ വർഷിപ്പ് ഉണ്ടോ? ഉണ്ട്. ആരാധനയിൽ പാട്ടിന് പ്രാധാന്യമുണ്ട്. ആരാധനയിൽ സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. എവിടെ? സങ്കീർത്തനം 150-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവം തമ്പുരാൻ പറയുകയാണ്. ഒന്ന് വായിച്ചേ. ആ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അടുത്തത്, യഹോവേ, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുപോലെ തന്നെ 100-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുക. ഒന്ന് വായിച്ചേ. ആ, സന്തോഷത്തോടെ. അടുത്തത്, സംഗീതത്തോടെ. അപ്പം ഹൃദയംഗമായി ദൈവത്തെ പാടി സ്തുതിക്കണം ആരാധനയിൽ. സ്തോത്രം. ഇനി ആരാധനയിൽ പ്രാർത്ഥനയ്ക്ക് പങ്കുണ്ടോ? ആരാധനയിൽ പ്രാർത്ഥനയ്ക്ക് പങ്കുണ്ട്. സ്തോത്രം. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 7 വരെയുള്ളതായ ഭാഗങ്ങളിലും ആ വാക്യം തന്നെ വീണ്ടും പറയും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും ഈ ഭാഗം നമുക്ക് വീണ്ടും കാണാനിടയായിത്തീരുന്നു. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലും ആരാധനയിൽ പ്രാർത്ഥനയ്ക്ക് പങ്കുണ്ട്. സ്തോത്രം. ഞാൻ എടുത്ത് ടൈം എടുക്കാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ വിട്ടുപോകുകയാണ്. സ്തോത്രം. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ, അത് മാത്രം മതിയോ? സഭായോഗത്തിന് വരുമ്പം മാത്രം ആരാധന മതിയോ? അല്ല. സ്തോത്രം. ദി പവർ ഓഫ് പേഴ്സണൽ വർഷിപ്പ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് ആരാധന ഉണ്ടായിരിക്കണം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ നോക്കിയേ, അവിടെ എല്ലാം പറയുക. അടുത്ത വാക്യം സങ്കീർത്തനം 63-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലും അത് വളരെ വ്യക്തമായി പറയുക. വായിച്ചേ. 63-ാം സങ്കീർത്തനം. ആ, അതൊരു പേഴ്സണൽ ആരാധനയാണ്. രാവിലെ എണ്ണിക്കുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു?
അതിരാവിലെ ദൈവത്തെ ആരാധിക്കുന്നു. മറ്റുള്ളവരെ കേൾക്കാനല്ല, മറ്റുള്ളവരെ കാണിക്കാനല്ല. രാവിലത്തെ ആരാധന സ്വന്തമായുള്ളതായ ആരാധനയാണ്. സൗദി അറേബ്യയിൽ ഞാൻ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ 5 മണിയാകുമ്പോൾ ബാങ്ക് വിളിക്കും. ഞാൻ എൻ്റെ 15 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അവൻ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവ്, ഇതിനൊരു മാറ്റം നീ എനിക്ക് നൽകി തരണം. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമെന്ന വണ്ണം ഹല്ലേലൂയ, സൽമാൻ്റെ മകൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവായി വന്ന ആ സ്റ്റാൻഡിൽ ഒറ്റ നിയമം കൊണ്ടുവന്നു. 5 കിലോമീറ്റർ പരിധിയിൽ ഒറ്റ പള്ളിയിലെ ബാങ്ക് വിളിക്കാവൂ. നോക്കിയേ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? രാജ്യത്തിൻ്റെ നിയമങ്ങളെ മാറ്റുവാൻ ദൈവസേനയിൽ ആരാധിക്കുന്ന ദൈവപൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആരാധന ഉണ്ടായിരിക്കണം. ദൈനംദിന ജീവിതത്തിൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അടുത്ത നാം വിശ്വാസത്താൽ, അത് ഒരാരാധനയോ കേട്ടോ, സ്തോത്രം. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അവിടെയും നമുക്കത് ഭാഗം നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു ആരാധന ഉണ്ടായിരിക്കണം. ജോലി മേഖലകളിൽ കടന്നു പോകുമ്പോഴും അവിടെ ഇരുന്ന് തന്നെ ദൈവത്തെ ആരാധിക്കണം. മറ്റുള്ളവർ കേൾക്കണമെന്നില്ല, ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. എന്തിന് നാം ദൈവത്തെ ആരാധിക്കണം? സ്തോത്രം. എന്തിനാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്? 119-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്തിന് ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. തൃക്കൈകൾ എന്നെ നിർമ്മിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്കൊരു ഊനവുമില്ലാത്തവനാക്കി എൻ്റെ ദൈവം എന്നെ നിർമ്മിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് ഊനമുണ്ടാകാമെന്ന അവസ്ഥയിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരമണ്ഡലത്തിലെ ഒരു ഭാഗത്തിന് പോലും ഒരു അംഗഹീനമുണ്ടാകാതെ എന്നെ നിർമ്മിച്ച ദൈവത്തെ ഞാൻ ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ന്യൂയോർക്കിൽ വന്ന സമയത്ത് പ്രിയ കർത്താവിൻ്റെ ദാസനൊക്കെ അറിയാം, ഇമ്മാനുവേൽ ജോൺസൺ എന്ന് പറയുന്ന AGയുടെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരും ചെവിയും കേൾക്കത്തില്ല, വർത്താനവും പറയില്ല. സ്തോത്രം. പക്ഷെ ഞാൻ അവരുടെ സഭായോഗത്തിന് സംബന്ധിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നറിയ? കൈകൊണ്ടാണ്. സ്തോത്രം. അവരുടെ ആരാധനയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു കൂട്ടം ചെവി കേൾക്കാത്ത, കണ്ണ് ഹല്ലേലൂയ സംസാരിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ജനം, അവരുടെ പാസ്റ്ററാണ് ഇമ്മാനുവേൽ ജോൺസന്റെ മകൻ. ഹല്ലേലൂയ. ആ ദൈവദാസൻ കൈകൾ ആംഗ്യം കാണിക്കും. ഒരു കൂട്ടം ജനം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ചെവിക്ക് കേൾവിയുണ്ട്, സംസാരിക്കാൻ നാവുണ്ട്, കാര്യങ്ങളുണ്ട്. എത്രമാത്രം നാം ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. അടുത്ത 139-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ദൈവമക്കളെ. നാം എന്തിന് ദൈവത്തെ ആരാധിക്കണം? ഈ പകൽക്കാലം ദൈവസേനയിൽ കടന്നു വന്നിരിക്കുകയല്ലേ. എന്താണെന്നറിയാമോ? നാം പോയപ്പോൾ, നാം വന്നപ്പോൾ, നമ്മുടെ വാഹനത്തിൽ നാം യാത്ര ചെയ്തപ്പോൾ പല അപകടങ്ങൾ, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ ഒക്കെ കടന്നു വരാമായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ, ആ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ മറച്ച് നമ്മെ നടത്തിയത് കൊണ്ട് ഹല്ലേലൂയ, ദൈവത്തെ എത്രമാത്രം സ്തുതിക്കാമോ അത്രമാത്രം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടല്ലേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നെ നടത്തിയ എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല.
സ്തോത്രം. 2019 കാലഘട്ടത്തിൽ എൻ്റെ ശരീരമണ്ഡലത്തിന്മേൽ വ്യാപരിച്ച ക്യാൻസർ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ, ലിംബോപ്ലാസ്റ്റിക് ലൂക്കീമിയ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് ഒരു ശത്രുവിനും ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും മാറ്റാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് 2022 ഡിസംബർ മാസം 28-ാം തീയതി എൻ്റെ ബ്ലഡിലെ ക്യാൻസറിനെ എടുത്തു കളയാൻ കഴിഞ്ഞ എൻ്റെ ദൈവത്തെ എനിക്ക് അത്രമാത്രം സ്തുതിക്കാമോ, അത്രമാത്രം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ദൈവമക്കളെ. രക്തത്താലും വചനത്താലും ചെയ്യും. ഷമ്മന രഗടക രഗലക രഗടക. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മധുരയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയ എമ്മി ചെറിയാൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ആരാധനയിൽ താൻ ഒരു പാട്ടെഴുതി. ആ പെട്ടി ഇപ്പോഴകാലമാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തള്ളിടുമോ ഏഴായെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ ഏഴായെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൻ ആദിപതിയേ ആനന്ദകൃപ പേരും നദി. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ദൈവമക്കളെ. അനുഗ്രഹത്തിൻ നാദിപതിയേ ആനന്ദകൃപ പേരും നദിയേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ഹല്ലേലൂയ. എന്തിന് നാം ദൈവത്തെ ആരാധിക്കണം? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു. ഞാൻ പോയപ്പോൾ, ഞാൻ വന്നപ്പോൾ, ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരുന്ന സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നപ്പോഴും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ നടത്തിയ വിധങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. സഭായോഗത്തിന് കടന്നു വന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പേ, ദൈവമേ, ഞാൻ ഈ പ്രകാരം ഒരു കാര്യം കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ ഈ പ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഓർത്തഡോക്സ് പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ അവൾ ഇപ്രകാരം പ്രാർത്ഥിക്കും: ബഹുമതിപൂർവ്വം ഞാൻ നിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, ഞാൻ തൃക്കൈകൾ നിൻ്റെ മുമ്പാകെ മലർത്തിക്കൊണ്ട് ഞാൻ നിൻ്റെ മുമ്പാകെ ആരാധനയ്ക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞവൻ ആരാധനയ്ക്ക് കടന്നു വരും. സ്തോത്രം. എന്നാൽ ആത്മാവിൽ ആരാധിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതൽ രാവിലെ എഴുന്നേറ്റ് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യം കണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. ഇത്രത്തോളം സമയം തന്ന കർത്താവിൻ്റെ ദാസനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.